അപ്പോൾ അങ്ങനെ റിവിഷൻ മൂവ്മെൻറ്റിൽ നമ്മൾ മൻഡേറ്ററി ആയിട്ട് കവർ ചെയ്യേണ്ട ഒന്നാണ് എന്ത് ഈ റിവിഷൻ ടെസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത്. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ കവർ ചെയ്യുന്നത്. ഒന്ന് ലാസ്റ്റ് മൂവ്മെൻറ്റ് റിവിഷന് വേണ്ടി ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വെച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്യാറുണ്ട്. ചിലപ്പം അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് എക്സാമിന് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. സെക്കൻഡ്, എന്തെങ്കിലും അമെൻമെൻറ്റ്സ് ആപ്ലിക്കബിൾ ആണെങ്കിൽ, അമെൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അറ്റംപ്റ്റിലേക്ക് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് ഒന്ന് ആദ്യം നോക്കാം. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. പണ്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നോൺ കോർപ്പറേറ്റ്സിന് AS ആപ്ലിക്കബിലിറ്റി, ഇത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ആപ്ലിക്കബിൾ ആയിരുന്നു കേട്ടോ, നിങ്ങൾ അറിഞ്ഞില്ലോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഇരിക്കുന്നത് നോൺ കോർപ്പറേറ്റ്സിന് AS ആപ്ലിക്കബിലിറ്റിക്ക് വേണ്ടി 4ആയിട്ട് തിരിക്കുന്നു. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 എന്നാണ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ കിടക്കുന്നത്. ഇപ്പോൾ അതിനകത്തൊരു ചേഞ്ച് കൊണ്ടുവന്നു. ഇപ്പം കമ്പനി ആണെങ്കിലോ SMC ആൻഡ് നോൺ SMC, SMC ആൻഡ് നോൺ SMC എന്ന് 2 ക്ലാസിഫിക്കേഷനുള്ളൂ. ഇപ്പം നോൺ കോർപ്പറേറ്റ്സിനും 2 ക്ലാസിഫിക്കേഷനുള്ളൂ. ഒന്ന് ലാർജ് എൻറ്റിറ്റീസും അടുത്തത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എൻ്റർപ്രൈസസും. ഇതെന്തിനാ RTP ഇടുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഇപ്പോഴും ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 എന്നാണ് കിടക്കുന്നത്. ക്ലിയർ? പക്ഷേ എക്സാമിന് റിലവൻറ്റ് ഇതാണ്. കുറച്ച് MCQ ഞാൻ പറയും, എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ MCQs ആണ്. 30 മാർക്സിന് MCQs ആണ്. അപ്പോൾ മാക്സിമം MCQs വർക്കൗട്ട് ചെയ്യുക. അത് കൂടുതലും കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് നോക്കിയാലോ.